ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകം നമ്മൾ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഹാവിംഗ് ഏരിയ 36 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് 8 സെൻറ്റിമീറ്റർ? വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഇഫ് ദ ഏരിയ ഈസ് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്തു ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഏരിയ കാണാൻ ബിയും എച്ചും ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വൺ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ എഴുതാം. അപ്പോൾ ഏരിയ 36 ആണ്, പിന്നെ 1/2 ഇൻറ്റു ഒരു സൈഡ് 8 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അനദർ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 ആണുള്ളതല്ലേ, അപ്പോൾ 36. ഓക്കെ, 2 എന്താകും? മുകളിലോട്ട് പോകും. ഇവിടെ 2 താഴെയാണ്, ഡിവിഷനാണ്, അത് മുകളിലോട്ട് പോകും. 36 ഇൻറ്റു 2 പിന്നെ ഡിവൈഡഡ് ബൈ 8 ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. 8നെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 1, ഇവിടെ 4. 4നെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 9. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ 9 സെൻറ്റിമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഏരിയ 36 ആണ്. 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 36, അതായത് ഏരിയനെ ഇവിടെ വെച്ചു. ഈ 2 ഉള്ളത് മുകളിലോട്ട് പോയി. പിന്നെ നമുക്ക് തന്ന ഒരു വശം ഏതോ ആയിക്കോട്ടെ, ഹൈറ്റ് ആയാലും ബേസ് ആയാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ താഴത്തോട്ട് ഇടാം. ഓക്കെ, പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് അതിൻ്റെ അനദർ സൈഡ്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഇഫ് ദ ഏരിയ ഈസ് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ ഹൈറ്റ് എത്ര ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 8. 2 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 8, അതായത് 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഏരിയ നമ്മൾ മുകളിൽ എഴുതി 48 ഇൻറ്റു 2, പിന്നെ തന്നിരിക്കുന്ന ഒന്ന് നമുക്ക് എന്താണ് 8 ആണ്, അത് നമ്മൾ താഴെ എഴുതി. ഇനി നമ്മൾ 48നെ 8നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. 4നെ നമ്മൾ കട്ട് ചെയ്തു, അപ്പോൾ 1, 2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിളുമായിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും തന്നു. ഒന്ന് ഏരിയ തരാനായിരിക്കും, ഒന്ന് ഏരിയ കാണാൻ ഹൈറ്റും ബേസും തന്നിട്ട്, വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏരിയ തന്നിട്ട് ഏതെങ്കിലും സൈഡ് കാണാനോ ഒന്നെങ്കിൽ ഹൈറ്റ് കാണാനോ ഒന്നെങ്കിൽ ബേസ് കാണാനോ വരും. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 22 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 3/4 സെൻറ്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അപ്പോൾ നമുക്ക് റെക്ടാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 22 1/2 സ്ക്വയറിന് തന്നിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് 3/4 ആണെന്ന് തന്നിട്ടുണ്ട്. അതർ സൈഡാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്നത് 22 1/2 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ലെങ്ത്ത് നമുക്ക് തന്നിരിക്കുന്ന 3/4. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ഈ ബ്രെഡ്ത്താണ് കാണേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ ഡിവൈഡഡ് ബൈ ലെങ്ത്ത്. ഏരിയ ഡിവൈഡഡ് ബ്രെഡ്ത്ത്, ഏതെങ്കിലും ഒന്ന് ലെങ്ത്തോ ബ്രെഡ്ത്തോ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ ബൈ ലെങ്ത്ത്. ഓക്കെ, ഏരിയ ബൈ ലെങ്ത്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 22 1/2 ആണ്. 22 1/2 ഡിവൈഡഡ് 3 3/4 ഇങ്ങനെയാണ് നമുക്ക് വരിക അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ നോർമലാക്കണം. ഓക്കെ, 22 × 2 ദാറ്റ് ഈസ് 44. 44 + 1 ദാറ്റ് ഈസ് 45/2 ഡിവൈഡഡ് ബൈ, ഇനി 3 3/4 എങ്ങനെ ചെയ്യാം? 3 × 45/2 ഡിവൈഡഡ് ബൈ 15/4 4 ആണ്. അതായത് 3 3/4 ആണല്ലോ. അപ്പം 3 × 4 12 12 + 3 15 15/4 15/4 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 45/2 ഡിവിഷൻ വന്നിട്ട് റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ 45/2 × 4/50 റെസിപ്രോക്കൽ എത്രയാണ്? 4/50. ഇത് തിരിച്ചിട്ടു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതും നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 2 കിട്ടി, ഇതും കട്ട് ചെയ്യാം. 45-ൽ 15 3 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് 3 × 2 6. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. ഇനി നമുക്ക് അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. 13 1/2 kilograms of sugar is to be packed into bags with 2 1/4 kilogram sugar each. How many bags are needed? 13.5 കിലോഗ്രാം പഞ്ചസാര ഉണ്ട്, അത് 2.25 കിലോഗ്രാം ഉള്ള ബാഗിലേക്ക് ആക്കണം. അപ്പോൾ എത്ര ബാഗ് വേണമെന്ന്? 2.25 കിലോഗ്രാം ആണ് ഓരോന്നിലും വേണ്ടത്. അപ്പോൾ ഇവിടെയും എന്താണ്? ഡിവിഷനാണ്. അതായത് ടോട്ടലിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എത്രയാണ്? 13 1/2 kg. അപ്പോൾ നമ്മൾ നോർമലാക്കാണ്. 13 × 2 26 + 1 27/2. ഓക്കെ, ഇനി നമുക്ക് ബാഗ്സ് എന്താണ് പറഞ്ഞത്? ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ദാറ്റ് എ ബാഗ് ക്യാൻ ഹോൾഡ്. ഒരു ബാഗിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 2 1/4. അതിന് നമ്മൾ എങ്ങനെ ചെയ്യും? 2 × 4 8 8 + 1 9 9/4. ഇനി നമ്മൾ നമ്പർ ഓഫ് ബാഗ്സ് ആണ് നമ്മൾ കാണേണ്ടത്. അതിന് നമ്മൾ 27/2 ഡിവൈഡഡ് ബൈ 9/4 9/4 ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ഡിവിഷൻ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? റെസിപ്രോക്കൽ എടുക്കണം. 27/2 × 4/9. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ഇത് ഡിവിഷൻ ചെയ്യാൻ പറ്റുക നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ 2. ഓക്കെ, 2ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 27ഉം 9ഉം എന്താണ്? 9 27ൽ 3 ടൈംസ് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 × 2 ആണ് കിട്ടിയത് 6 സെൻറ്റിമീറ്റർ. 3 × 2 6 ബാഗ്സ്. അപ്പോൾ നമ്മുടെ ബാഗാണ് 6 ബാഗ്സ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. പ്രോബ്ലം നോക്കാം. എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 22.5 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 18.8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈക്വൽ ടു നമുക്കറിയാം L × B. ഓക്കെ, ഇവിടെ 22.5 × 18.8 ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എങ്ങനെ കാണാം? നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 22.5, അതായത് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണുള്ളത്. അതേപോലെ 18 കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ 225/10, അതായത് നമ്മുടെ ഇൻറ്റു എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് 225/10 × 188/10. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക, നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എത്രയാണ്? 423 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 225 ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ആണ്, ഇവിടെ നമുക്ക് 5ൽ എത്ര ടൈംസ് പോവും? 4 അല്ലേ, പിന്നെ 5. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 5, അതേപോലെ തന്നെ 9 4. ഇനി നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ മറ്റൊരു പ്രോബ്ലം നോക്കാം. എ ക്യാൻ കണ്ടെയ്ൻസ് 3.5 liters ഓഫ് വാട്ടർ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് 0.35 liters.
അപ്പോൾ നേരത്തെ നമ്മൾ ബാഗ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3.50 ലിറ്റേഴ്സാണുള്ളത്. അത് 0.35 ലിറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എത്ര ബോട്ടിൽസ് ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവിഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3.50 ഡിവൈഡഡ് ബൈ 0.35. അപ്പോൾ നമ്മുടെ 3.50 എന്ന് പറയുമ്പോൾ 50 കഴിഞ്ഞിട്ട്, അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. അപ്പോൾ 350/100 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണുള്ളത്. അപ്പോൾ 35/100 എന്ന് എഴുതാം. ഇനി നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ 350/100 ഇൻറ്റു റെസിപ്രോക്കൽ ഇട്ട് നേരെ തിരിച്ചു 35. അപ്പോൾ 100ഉം കട്ട് ചെയ്തു. 350ൽ 35 10 ടൈംസ് പോവും. അപ്പോൾ നമുക്ക് എത്ര ബോട്ടിൽ നിറയ്ക്കാം? 10 ബോട്ടിൽസിൽ നിറയ്ക്കാം.